ഒരു മലയുടെ മുകളിലാണ് കേട്ടോ ഈ ഫോർട്ട് സ്ഥിതി ചെയ്യുന്നത്. അതുകൊണ്ട് നമ്മളൊരു മല കയറി പോകണം. അതുകൊണ്ട് ഈ കയറ്റം കയറാൻ ബുദ്ധിമുട്ടുള്ള ആളുകൾക്ക് താഴെ നിന്ന്, അതായത് ഈ മലയുടെ താഴത്തുനിന്ന് ബൈക്ക് കിട്ടും. ഒരു ഫിക്സഡ് ചാർജാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും കയറ്റം കയറാൻ ബുദ്ധിമുട്ടുള്ള ആളുകൾക്ക് അത് ഉപയോഗിക്കാം. എന്ത് ഭംഗിയാണെന്ന് അറിയോ ഇവിടെ നിന്നുള്ള കാഴ്ചകൾ. ഹായ്, നമസ്കാരം. ഇത് ജയ്പൂരിലെ ഒരു ഫോർട്ടാണ് കേട്ടോ. അതായത് ജയ്പൂർ സിറ്റിയിൽ നിന്ന് ഏതാണ്ട് 4-5 കിലോമീറ്റർ അകലെ ഒരു മലമുകളിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ഫോർട്ട്, നാർഗഡ് ഫോർട്ട്. ജയ്പൂരിൻ്റെ കാവലാളായി ആരവല്ലി മലമുകളിൽ തലയുയർത്തി നിൽക്കുന്ന നാർഗഡ്. ഇത് ഈ കോട്ടയ്ക്കകത്തേക്കുള്ള ആദ്യത്തെ കവാടമാണ് കേട്ടോ. ഈ കവാടം കടന്ന് കുറച്ച് മുന്നോട്ട് പോയാൽ ഒരു ക്ഷേത്രം കാണാം. ആ ക്ഷേത്രത്തിനടുത്തോടി താഴോട്ടിറങ്ങുമ്പോൾ ഇവിടെ ഒരുപാട് കാലം പഴക്കമുള്ള ഒരു സ്റ്റെപ്പലുണ്ട്. ബാവറി എന്ന് പറയും. ഇപ്പോൾ അതിൽ വെള്ളമൊന്നുമില്ല കേട്ടോ. എന്നാൽ ഈ പടിക്കിണറിനും മുകളിൽ കണ്ട ആ ക്ഷേത്രത്തിനും ഒരു ചരിത്രമുണ്ട്. എന്താണെന്നറിയാം, ഇവിടെ നിന്നൊക്കെ നോക്കിയാൽ ജയ്പൂരിൻ്റെ ഒരു ഭാഗം നല്ല മനോഹരമായി കാണാം കേട്ടോ. ജയ്സൽമറിൽ നമ്മൾ കണ്ട ആ കാഴ്ചയിൽ നിന്നും വ്യത്യസ്തമായ മറ്റൊരു കാഴ്ച. ഈ രാജസ്ഥാനിൽ ഈ പടിക്കിണറുകൾക്ക് തൊട്ട് മുകളിലായോ അല്ലെങ്കിൽ അതിനോട് ചേർന്നോ ഒരു ചെറിയ ക്ഷേത്രമോ അല്ലെങ്കിൽ ഒരു സ്തൂപമോ നിർമ്മിക്കുന്നത് ഒരു വലിയ ആചാരത്തിൻ്റെ ഭാഗമാണ് കേട്ടോ. അതായത് ഹൈന്ദവ വിശ്വാസപ്രകാരം ജലം എന്നത് ദൈവതുല്യമാണ്. അതുകൊണ്ട് തന്നെ ഇത്തരം വലിയ കിണറുകൾ നിർമ്മിക്കുമ്പോൾ അതിലെ ജലം എപ്പോഴും ശുദ്ധമായിരിക്കാനും വറ്റിപ്പോകാതിരിക്കാനും വേണ്ടിയിട്ട് അതിൻ്റെ അടുത്തായിട്ട് ഒരു കാവൽ ദൈവം പോലെ ക്ഷേത്രങ്ങളോ സ്തൂപങ്ങളോ ഒക്കെ നിർമ്മിക്കാറുണ്ട്. ഇവിടെ ഇത് ശിവഭഗവാന്റെ പ്രതിഷ്ഠയാണെന്ന് എനിക്ക് തോന്നുന്നു. ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം. ഞാനിപ്പോൾ വന്ന ഈ വഴിയുണ്ടല്ലോ, അതിലൂടെ ചെറിയ വാഹനങ്ങളൊക്കെ വരും. ഞാനിപ്പം നടന്നുകൊണ്ട് വന്ന ഈ സ്റ്റെപ്പുള്ള വഴികളല്ല, ക്ഷേത്രത്തിനൊക്കെ അടുത്തുള്ള, അതായത് ആ കവാടമൊക്കെ ഉള്ള വഴിയുണ്ടല്ലോ, അതിലൂടെ ചെറിയ വാഹനങ്ങളൊക്കെ വരും. പക്ഷേ ഈ കോട്ടയ്ക്ക് അടുത്ത് വരെ എത്തുന്ന മറ്റൊരു വഴിയുണ്ട്. അത് ഇതിന് എതിർവശത്താണ്. നമ്മൾ വന്ന ആ പടിക്കണ്ട മുകളിലൂടെയുള്ള റോഡില്ലേ, അതിലൂടെ പോയാൽ ഈ കോട്ടയുടെ മുൻവശത്തെത്താം. അതൊരു റോഡാണ്. അതിലൂടെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഈ ചെറിയ വാഹനങ്ങളൊക്കെ വരുന്നത്. പക്ഷേ ഞാനിപ്പം പോകുന്ന ഈ വഴിയുണ്ടല്ലോ, ഇത് ഈ കോട്ടയിലേക്കുള്ള യഥാർത്ഥവും പുരാതനമായ വഴിയാണ് കേട്ടോ. അതായത് ഒരുപാട് കാലം പഴക്കമുള്ള ചരിത്രം ഉറങ്ങുന്ന വഴി. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് രാജാക്കന്മാരും സൈനികരും കോട്ടയ്ക്കകത്തേക്ക് ചുവടുവെച്ച ആ പുരാതന പാത. പക്ഷേ ഇത് കുറച്ച് ദൂരം കൂടിയ വഴിയാണ് കേട്ടോ. ഒരു വശത്ത് മൊത്തം നമുക്ക് ജയ്പൂർ സിറ്റി കാണാം. അങ്ങനെ ഏതാണ്ട് ഒരു മണിക്കൂർ നടന്നു കഴിയുമ്പോൾ ഈ പുരാതനമായ നാർഗഡ് കോട്ടയുടെ മുൻവശത്തും. ഈ കോട്ടയ്ക്കകത്തേക്ക് കടക്കണമെങ്കിൽ ടിക്കറ്റ് എടുക്കണം കേട്ടോ. നിങ്ങളിപ്പം ഈ ഇടതുവശത്ത് കാണുന്ന ഇത് ഒരു പാലസാണ് കേട്ടോ, മാധവേന്ദ്ര പാലസ്. പക്ഷേ ഇന്നിത് സഞ്ചാരികൾക്ക് കണ്ടു മനസ്സിലാക്കാൻ പാകത്തിലുള്ള ഒരു മ്യൂസിയം കൂടിയാണ് കേട്ടോ, ഒരു ലിവിങ് മ്യൂസിയം പോലെ. ഇത് മഹാരാജാവിൻ്റെയും അദ്ദേഹത്തിൻ്റെ 9 രാജ്ഞിമാരുടെയും കൊട്ടാരമാണ് കേട്ടോ. 19-ാം നൂറ്റാണ്ടിലെ അവസാനത്തിൽ ജയ്പൂർ ഭരിച്ചിരുന്ന മഹാരാജ സവായ് മാധോസിംഗ് രണ്ടാമൻ അദ്ദേഹത്തിൻ്റെ 9 രാജ്ഞിമാർക്കായി പ്രത്യേകം നിർമ്മിച്ച 9 അപ്പാർട്ട്മെൻറ്റുകൾ അടങ്ങുന്നതാണ് കേട്ടോ ഈ കൊട്ടാരം. പക്ഷേ പുറത്തുനിന്ന് നമ്മൾ നോക്കുമ്പോൾ ഇതൊരു വലിയ കൊട്ടാരമായി തോന്നും, അതായത് ഒറ്റ കൊട്ടാരമായി തോന്നും. നമുക്ക് ഈ കൊട്ടാരത്തിൻ്റെ മുകളിലേക്ക് കയറാം. നിങ്ങളിപ്പം ഒരു വഴി കാണുന്നില്ലേ, പുരാതനമായ. സോഷ്യൽ മീഡിയയിലൊക്കെ നമ്മൾ ഒരു ചിത്രം കാണാറുണ്ട്, പക്ഷേ അത് ഏത് ഭാഗത്ത് നിന്ന് എടുത്തതാണെന്നുള്ളത് എനിക്ക് തീരെ മനസ്സിലാവുന്നില്ല. പക്ഷേ ഇത്തരം വഴിയാണ് അതിൽ കാണുന്നത്. മനോഹരമായ കാഴ്ചകളാണ് കേട്ടോ ഇതിൻ്റെ മുകളിൽ നിന്നൊക്കെ. ഇവന്മാരിങ്ങനെ ഇരിക്കുന്ന കണ്ടിട്ട് അവരൊന്നും ചെയ്യാത്തവരാണ്, പാവങ്ങളാണോ എന്ന് വിചാരിക്കണം കേട്ടോ. ആക്രമിക്കും, കയ്യിലുള്ള വെള്ളം മറ്റും പലതും തട്ടിപ്പറിക്കും. ഇത് ആളുകളെ ആക്രമിക്കുകയാണോ ഇനി തമാശ പോലെ കളിക്കുകയാണോ എന്ന് അറിയില്ല കേട്ടോ. ഏതാണ്ട് ജയ്പൂർ സിറ്റി മൊത്തം നമുക്ക് ഇതിൻ്റെ മുകളിൽ നിന്ന് കാണാൻ പറ്റും. മനോഹരമാണ് കേട്ടോ ആ താഴെയുള്ള കാഴ്ചകളൊക്കെ. ഏകദേശം വൈകുന്നേരം കേട്ടോ, രാത്രി ആകുന്നതിന് മുന്നേ എനിക്ക് ഈ മല താഴെ ഇറങ്ങണം. ഈ മല താഴത്തെ ഇത് ജയ്പൂർ സിറ്റി തന്നെയുള്ള ഒരു സ്ഥലമാണ് കേട്ടോ. നമുക്കിപ്പം സമയം നോക്കണമെങ്കിൽ ഒന്നുകിൽ വാച്ച് വേണം, അല്ലെങ്കിൽ മൊബൈൽ, അല്ലെങ്കിൽ സമാനമായ എന്തെങ്കിലും. എന്നാൽ ഇതൊന്നും ഇല്ലാതിരുന്ന കാലഘട്ടത്തിൽ ഏതാണ്ട് ഒരു 300 വർഷങ്ങൾക്ക് മുമ്പ് എങ്ങനെയായിരുന്നു സമയം കണക്കാക്കിയിരുന്നതെന്ന് നിങ്ങൾക്കറിയാം. എന്നാൽ അതിൻ്റെ യഥാർത്ഥ ഉദാഹരണം നമുക്കിവിടെ കാണാൻ കഴിയും. ജയ്പൂരിലെ ജന്തർ മന്ദിർ ഒരു പുരാതന ആകാശ നിരീക്ഷണാലയം. വെറും സൂര്യൻ്റെ വെളിച്ചവും നിഴലും നോക്കി ഒരു സെക്കൻഡ് പോലും തെറ്റാതെ സമയം കണക്കാക്കിയിരുന്ന ഒരു ശാസ്ത്രവിസ്മയത്തിൻ്റെ മുമ്പിലാണോ ഞാനിപ്പോൾ നിൽക്കുന്നത്. വലുതും ചെറുതുമായ ഒരുപാട് സൂര്യഘടികാരങ്ങൾ നമുക്കിവിടെ കാണാൻ കഴിയും. പക്ഷേ ഇതെല്ലാം നിർമ്മിച്ചിരിക്കുന്ന ഒരേ ദിശയിലേക്കാണ് കേട്ടോ. കാണേണ്ട കാഴ്ച തന്നെയാണ് കേട്ടോ. ഒരുപാട് സൂര്യഘടികാരങ്ങൾ നമുക്കിവിടെ കാണാം. അത് മാത്രമല്ല, വേറെ പലതും, ഭൂമിയുടെ നിരീക്ഷണങ്ങൾ. അത് കഴിഞ്ഞ് ഞാനൊരു പാലസ് കാണാൻ വേണ്ടിയിട്ടാണ് പോയത്. അതായത് ജയ്പൂർ സിറ്റി തന്നെയുള്ള ജന്തർ മന്ദറിൻ്റെ അടുത്തായി വരും ഹവാ മഹൽ.
എനിക്ക് തോന്നുന്നു ജയ്പൂർ എന്ന് കേൾക്കുമ്പോൾ തന്നെ എല്ലാവരുടെയും മനസ്സിലേക്ക് ഓടിയെത്തുന്ന ആ ഒരു ചിത്രം ഇത് തന്നെയായിരിക്കും. 1799 മഹാരാജ സവായ് പ്രതാപ് സിംഗ് നിർമ്മിച്ചതാണ് കേട്ടോ ഈ പാലസ്. കൊട്ടാരം എന്ന് പറയാൻ പറ്റുമെന്ന് എനിക്കറിയില്ല, കാരണം ഇതിനകത്ത് റൂമോ അല്ലെങ്കിൽ താമസിക്കാൻ പറ്റുന്ന രീതിയിൽ ഒന്നുമില്ല. ജയ്സൽമീറിൽ നമ്മൾ കണ്ടത് ഈ മഞ്ഞ മണൽ കൊണ്ട് നിർമ്മിച്ച കെട്ടിടങ്ങളാണ്. എന്നാൽ ഇവിടെ ഹവാമഹൽ നിർമ്മിച്ചത് ചുവപ്പ് മണൽക്കല്ല് കൊണ്ടാണ് കേട്ടോ. ഇനി ഹവാമഹൽ എന്ന് പറഞ്ഞാൽ കാറ്റിൻ്റെ കൊട്ടാരം എന്നാണ് കേട്ടോ. അങ്ങനെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ പാലസിന് ഏതാണ്ട് 900-ലേറെ ജനലുകളുണ്ട്. അന്നത്തെ കാലത്ത് കൊട്ടാരത്തിലെ സ്ത്രീകൾക്ക് മറ്റുള്ള ആളുകൾ കാണാതെ നഗരത്തിലെ കാഴ്ചകളും ഘോഷയാത്രകളും കണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ രാജാവ് ഇത് പണി കഴിപ്പിച്ചത്. എപ്പോഴും തണുത്ത കാറ്റ് ഇതിനകത്തേക്ക് വീശിക്കൊണ്ടിരിക്കും. അതായത് ഞാൻ നേരത്തെ പറഞ്ഞ ഒരുപാട് ജനലുകളുള്ളത് കാരണം. ഇത് രാജസ്ഥാനിലെ ജയ്പൂരിലുള്ള ആംബർ ഫോർട്ടാണ് കേട്ടോ. എനിക്ക് നമ്മൾ നേരത്തെ പോയ ഹവാമഹലിൻ്റെ അടുത്ത് നിന്ന് ബസ് കിട്ടി ഇങ്ങോട്ട്. അവിടുന്ന് ഡയറക്റ്റ് ബസ് ഉണ്ട് കേട്ടോ ഈ ഫോർട്ടിലേക്ക്. നമുക്ക് ഈ ബസ് ഇറങ്ങുന്ന ഈ റോഡിൽ നിന്ന് തന്നെ ഫോർട്ട് കാണാം. അതായത് ഈ മൗത്ത തടാകത്തിന്, ഈ തടാകത്തിൻ്റെ പേര് മൗത്ത എന്നാണ് കേട്ടോ. ഈ തടാകത്തിന് മുകളിലായിട്ട് ഗംഭീരമാണ് കേട്ടോ. ടിക്കറ്റൊക്കെ എടുത്ത് നമ്മൾ ഈ ആംബർ ഫോർട്ടിൻ്റെ ഈ വലിയ കവാടം കടന്നെത്തുന്നത് ഒരു വലിയ മുറ്റത്തേക്കാണ് കേട്ടോ. ജലേബ് ചൗക്ക് എന്ന് പറയും. പണ്ട് കാലത്ത് യുദ്ധം ജയിച്ചു വരുന്ന സൈനികരെ സ്വീകരിച്ചിരുന്ന സ്ഥലം. അവിടുന്ന് നമ്മൾ മുകളിലേക്ക് കയറുമ്പോൾ ഒരു വലിയ ഹാള് കാണാം. ദിവാൻ ഇ ആം എന്ന് പറയും. പണ്ട് രാജാവ് സാധാരണക്കാരായ ജനങ്ങളുടെ പരാതികൾ കേട്ടിരുന്ന ഒരു ഹാള്. അതിന് വലതുവശത്തായിട്ട് ഗണേഷ് പോൾ കാണാം, രാജാവിൻ്റെ കൊട്ടാരത്തിലേക്ക് പ്രവേശിക്കുന്ന പ്രധാന കവാടം. പിന്നെ ഈ ഗ്ലാസ് പാലസ്, ശീഷ് മഹൽ. നിങ്ങൾ ഈ ചുവരിലേക്കും ഈ മേൽക്കൂരയിലേക്ക് നോക്കിയേ. ബെൽജിയത്തിൽ നിന്ന് കൊണ്ടുവന്ന ആയിരക്കണക്കിന് ചെറിയ ചെറിയ കണ്ണാടി കഷ്ണങ്ങൾ കൊണ്ട് ഇത് ഡിസൈൻ ചെയ്തതാണ് കേട്ടോ ഇത്. എന്ത് മനോഹരമാണെന്നറിയാം ഈ കാഴ്ചകളൊക്കെ. ഇവിടുന്ന് നോക്കിയാൽ ആ മലമുകളിൽ വേറൊരു ഫോർട്ട് കാണാം, ജയ്ഗഡ് ഫോർട്ട്. പക്ഷേ നമ്മൾ ആ മലമുകൾ വരെ നടന്നു കയറണം. എന്നാൽ ഒട്ടുമിക്ക പേർക്കും ഈ തുരങ്കപാത അറിയില്ലെന്ന് എനിക്ക് തോന്നുന്നു. ഇത് നേരെ പോകുന്നത് ആ ഫോർട്ടിലേക്കാണ് കേട്ടോ. എന്നാൽ റോഡ് മാർഗം നമുക്ക് ആ ഫോർട്ടിലേക്ക് പോകാം. ഇവിടെ നമ്മൾ ടിക്കറ്റ് എടുക്കണം കേട്ടോ. ശത്രുക്കളെ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ട് സൈന്യത്തെ വിന്യസിച്ചിരുന്ന കോട്ടയാണ് കേട്ടത്. നിങ്ങളിപ്പോൾ കാണുന്ന ഈ വഴിയാണ് കേട്ടോ ഈ ഫോർട്ടിലേക്കുള്ള വഴി. ഞാൻ നേരത്തെ പറഞ്ഞ ഇവിടെ ഒരു കൂറ്റൻ പീരങ്കിയുണ്ട് കേട്ടോ. അതിൻ്റെ ചക്രം തന്നെ ഏതാണ്ട് എന്നെക്കാൾ പൊക്കമുണ്ട്. ഇപ്പോൾ ആ പീരങ്കിൻ്റെ ഉള്ളിൽ ഒരു പ്രാവാണ് കേട്ടോ. പ്രാവ് കൂടുകൂടിയിരിക്കുകയാണെന്ന് എനിക്ക് തോന്നുന്നത്. ഇവിടെ നമുക്ക് ഈ കോട്ടയുടെ ചുറ്റിലും ഇങ്ങനെ നടക്കാം. പക്ഷേ ചില ഭാഗങ്ങളിലൂടെ ഒന്നും നമുക്ക് പോകാൻ പറ്റില്ല. ഇത് ജയ്ഗഡ് ഫോർട്ടിൽ നിന്ന് നെഹർഗഡ് ഫോർട്ടിലേക്കുള്ള വഴിയാണ് കേട്ടോ. ഏതാണ്ട് ഒരു 5 കിലോമീറ്റർ കാണും. ജയ്ഗഡ് ഫോർട്ടിൽ നിന്ന് ഓട്ടോ കിട്ടും. ഏതാണ്ട് 400-500 രൂപ കൊടുക്കണം. പക്ഷേ ഞാൻ നടക്കാൻ തീരുമാനിച്ചു. പക്ഷേ ഒരു കുഴപ്പമുള്ളത് എന്താണെന്ന് വെച്ചാൽ ഇതൊരു ഫോറസ്റ്റ് ഏരിയ ആണ് കേട്ടോ. അതിന് ചെറിയൊരു ഭയമുണ്ട് എനിക്ക്. ഇടയ്ക്കിടയ്ക്ക് ഓരോ വാഹനങ്ങൾ ഇങ്ങനെ കടന്നു പോകുന്നുണ്ട്. പക്ഷെ മനോഹരമായ വഴിയാണ് കേട്ടോ. നെഹർഗഡ് ഫോർട്ട് ഏതാണെന്ന് മനസ്സിലായില്ലേ? നമ്മൾ ഇന്നലെ പോയ ആ കോട്ട. ഒരൊറ്റ കാര്യം മാത്രം എനിക്ക് ഇന്നലെ ആ കോട്ടയിൽ കാണാൻ കഴിഞ്ഞില്ല. അത് കാണാൻ വേണ്ടിയിട്ടുണ്ടോ ഞാനിപ്പം പോകുന്നത്. പക്ഷേ 6 മണിക്ക് മുമ്പ് അവിടെ എത്തുമെന്ന് എനിക്കൊരു സംശയം. കാരണം ഇപ്പം തന്നെ 4:30 മണിയായി. ഇനി ഏതാണ്ട് ഒരു 3 കിലോമീറ്റർ എനിക്ക് നടന്നു പോകണം. നിങ്ങൾ ദൂരെ തടാകത്തിൻ്റെ നടുവിൽ ഒരു പാതി മുങ്ങിപ്പോയ കെട്ടിടം എന്താണെന്ന് എനിക്കറിയില്ല. നിങ്ങൾ കണ്ടത് ഈ ഒരു കാഴ്ചയ്ക്ക് വേണ്ടിയിട്ടാണോ ഞാൻ ഇത്രയും ദൂരം ഇവിടേക്ക് നടന്നു വന്നത്. ഇത് ജയ്പൂരിലെ സിന്ധി ക്യാമ്പ് മെട്രോ സ്റ്റേഷനാണ്. ഇനി ഇവിടുന്ന് തിരിച്ച് നാട്ടിലേക്ക്. ബൈ. അടുത്ത വീഡിയോ കാണാം.